ഇപ്പോൾ ശ്രീ പി സി ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീ പി സി ജോർജ്, വിജിലൻസ് കോടതിയുടെ വിധി സ്റ്റേ ചെയ്യേണ്ട തുടരന്വേഷണം ആവാം എന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് കേവലം ഒരു വിധി പ്രസ്താവത്തിന് അപ്പുറത്തേക്ക് മാണി മന്ത്രി കസേരയിൽ തുടരുന്നതിന്റെ ഒരു സാഹചര്യത്തെ പോലും വിമർശിക്കുന്നു കോടതി. പൊതുജനങ്ങളുടെ പണം ആണ് ഇത്. അതിൽ ഇപ്പോൾ മന്ത്രി കസേരയിൽ ഇത്തരത്തിൽ കെ എം മാണി തുടരുന്നതിൽ ആശങ്കയുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. തുടരന്വേഷണം ശരിവെച്ചുകൊണ്ട് ശ്രീ പി സി ജോർജ്. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു അതിനും അപ്പുറത്താ. മാണി മന്ത്രി പദവിയിൽ തുടരുന്നത് മാണിയുടെ മനസാക്ഷിക്ക് വിടുന്നു. മാണി മന്ത്രിയായി തുടരുന്നത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കും. ആരാ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി. മാനാഭിമാനം ഉള്ളവരാണെങ്കിൽ രാജിവെക്കേണ്ട, കുത്തിയിരിക്കുക നാണം കെട്ട്. മാണി മാത്രമല്ല, ഉമ്മൻചാണ്ടി രാജിവെക്കണം മാനാഭിമാനം ഉണ്ടെങ്കിൽ. മാണിയെ കൊണ്ട് ഈ കള്ള മുഴുവൻ ഈ പങ്ക് കച്ചവടമല്ലേ ഉമ്മൻചാണ്ടി മാണി. ആ പങ്ക് കച്ചവടക്കാർ രണ്ടും രാജിവെച്ച് പിരിഞ്ഞേ മതിയാവും. ഒരു വിട്ടുവീഴ്ചയില്ല. ഇന്ന് തന്നെ മാണി രാജിവെക്കും. നാളെ ഉമ്മൻചാണ്ടി രാജിവെച്ച് ജനവിധി തേടും എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ ജനരോഷത്തിന് മുമ്പിൽ ഇവർ കത്തിപ്പോവും. കത്തിച്ചാമ്പലാം. UDF കത്തിച്ചാമ്പലാകാതിരിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടി ഇലക്ഷൻ രാജിവെച്ച് ജനവിധി തേടണം. മാണി ഗ്രൂപ്പ് ഒന്നും ഒരു ഗ്രൂപ്പിനിയുണ്ടോ മാണിക്ക്? മാണിയുടെ പണി തീർന്നില്ലേ? ഈ മാനാഭിമാനുള്ള MLA വേഗം രക്ഷപ്പെടാൻ നോക്ക്. അവരെ രക്ഷപ്പെടാൻ ഇങ്ങോട്ട് പോരാൻ പറ അവരോട്. മാന്യന്മാരായ MLA അവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോരെ. ഞാനിവിടെ ഉണ്ടെന്നേ, പേടിക്കണ്ട, ഞാൻ സംരക്ഷിച്ചോളാം. ധൈര്യമായിട്ട് വരാൻ പറ. പാവപ്പെട്ട റോഷിയാസ്റ്റിയൊക്കെ പട്ടിയെപ്പോലെ കണക്കാക്കുന്നത്. മാന്യതയുണ്ടോ? മാണിയും മകനും ഭാര്യയും മാത്രം കാണുക പാർട്ടിയിൽ. ഇനി മനുഷ്യരാരും ആ പാർട്ടിയിൽ ഇനി കാണുകയില്ല. അതുകൊണ്ട് കർഷക ദ്രോഹ നടപടിയെ പോകുന്ന മാണിയെ ദൈവം ശിക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ഇതെന്ന് മനസ്സിലാക്കൂ. ദൈവവും കോടതിയുടെ ശിക്ഷ കോടതിയായി ദൈവം കടന്നു വരികയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് കർഷകരുടെ മനോവേദനയുടെ ശിക്ഷയാണ് മാണി ഏറ്റുവാങ്ങുന്നത്. മാണി ഗ്രൂപ്പ് തകർന്നു തരിപ്പണമായി. രക്ഷപ്പെടാൻ സൗകര്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോ പോയിട്ട് അവിടുത്തെ MLA മാർ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ശ്രീ പി സി ജോർജ്, ഈ പല വിധി പ്രസ്താവങ്ങൾ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിഷയങ്ങൾക്കൊക്കെ ഹേതുവാകുന്ന തരത്തിലുള്ള വിധി പ്രസ്താവങ്ങൾ കോടതിയുടെ ഹൈക്കോടതിയുടെ ഒക്കെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഒരു കേസ് ഉന്നതമായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു വിധി പ്രസ്താവം ഉന്നതമായി നിൽക്കുന്നു. ഒരു ഘട്ടത്തിൽ കോടതി പറഞ്ഞു ബാർ കോടതിയിൽ തെളിവുണ്ട് എന്ന്. അതിനെ ഖണ്ഡിക്കാനായി AGയും കപിൽ സിബലും കോടതിയിൽ ശബ്ദമുയർത്തി. എന്നാൽ വാദം തുടർന്നുള്ളൂ എന്ന് കോടതി പറയുന്നു. അതിനുശേഷമാണ് ഇത്രയും സുപ്രധാനമായ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കോടതിക്ക് ആശങ്കയുണ്ട് ഇവിടെ പൊതുജനങ്ങളുടെ വിഷയത്തിൽ. പൊതുജനങ്ങളുടെ പണമാണ്. മന്ത്രി കസേരയിൽ ഇത്തരത്തിൽ തുടർന്നാൽ അത് കോടതിക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ നമ്മുടെ ജുഡീഷ്യറി വിലയിരുത്തുമ്പോൾ നിലവിൽ സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ഭരണ സംവിധാനം സ്വീകരിക്കുന്ന നിലപാടുകളിൽ പൊതുവായ ഒരു നിലപാട് കൂടിയല്ലേ ജുഡീഷ്യറി എടുക്കുന്നത്? ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ കേരളീയ ജനസമൂഹം, മലയാളി സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. കാരണം മാണി കൈക്കൂലി മേടിച്ചു എന്ന് മാണിക്ക് പോലും അറിയാം. മാണിക്കൂട്ടിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണത്. ഈ മലയാളി സമൂഹം മുഴുവൻ ഇയാളൊരു അഴിമതിക്കാരനാണെന്ന് അറിയൂ. മാണിയെപ്പറ്റി മാത്രം ഉമ്മൻചാണ്ടി അതിന് കൂട്ടി നിൽക്കുന്നതാണ് തെളിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ കോടതി പറഞ്ഞിരിക്കുന്ന വിജിലൻസ് സുപ്രീം കോടതി അഭിഭാഷകരുടെ അഭിപ്രായം മാത്രം മാനിച്ചു. ഇത് തെറ്റാണ്. വിജിലൻസ് ഡയറക്ടർ നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റി. വലിയ അധികാരമുള്ള വിജിലൻസ് ഡയറക്ടർ ആ രീതിയിൽ പ്രവർത്തിച്ചില്ല. നല്ല രീതിയിൽ പ്രവർത്തിച്ച തെളിവുകൾ പരിശോധിച്ചില്ല. ഇത് തെറ്റ്. SP സുകേഷ് റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിക്കാതെയാണ് വിജിലൻസ് ഡയറക്ടർ തീരുമാനമെടുത്തത്. ഇത് തെറ്റാണ്. വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് M. പോൾ തന്റെ അധികാരം പൂർണ്ണമായി ഈ കേസിൽ ഉപയോഗിച്ചില്ല. ഇതെല്ലാം പറഞ്ഞിട്ടാണ് കോടതി പറയുന്നത് മാണി മന്ത്രിയായി തുടരുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കും. മാണി മന്ത്രിയായി പറയൂ തുടരുന്ന മാണിയുടെ മനസ്സാക്ഷിക്ക് ഒരു ഇറങ്ങാ പുറത്തെന്നാണ് കോടതി പറഞ്ഞത് പോലെ. ഇനി അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്ന എന്തോ ഒരു അപമാനമാണ്, നാണക്കേടാ. ഉമ്മൻചാണ്ടി അവസരം ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോണം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരെയുള്ള തന്റെ ഇടം കാണിക്കണം. അല്ലെങ്കിൽ UDF കാണുകയില്ല. UDF എന്ന് പറയുന്ന പ്രസ്ഥാനം തകരണമെന്ന് നമുക്കാർക്കും ആഗ്രഹമില്ല. കാരണം സംഘപരിവാറും മൂന്നാം മുന്നണിയൊക്കെ കടന്നു വരാതെ UDFും കോൺഗ്രസും കൂടെ വേണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അതിന് വിരുദ്ധമായി ഇപ്പോ ഇത് കോൺഗ്രസിനെയും UDFിനെ മുഴുവൻ തകർത്തുകൊണ്ട് മാണി ഉമ്മൻചാണ്ടിയും കൂടി ഈ വലിയ പ്രസ്ഥാനത്തെ മുഴുവൻ തകർക്കുകയാണ്. പ്രവർത്തകർ സത്യം മനസ്സിലാക്കി രംഗത്തിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു വിശദാംശങ്ങൾ ഒന്നും എനിക്ക് നടക്കാനില്ല. വളരെ ശ്രീ പി സി ജോർജ് ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്